ഇനിയിപ്പോ എപ്പോഴും എടുക്കാലോ. അല്ല നന്ദേട്ടാ, ഇങ്ങനെ സച്ചേട്ടന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളെ എടുത്താ മതിയോ? സ്വന്തമായിട്ടൊന്നും വേണ്ടേ? സന്ദീപിന്റെ സച്ചിയുടെ ഭാര്യമാരെ പോലെ അല്ലല്ലോ എനിക്ക് കിട്ടിയ ഭാര്യ. അതൊരു സ്പെഷ്യലാ. അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അനഘ പറഞ്ഞു ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. അതിന് പകരമായി എനിക്കിപ്പോ 2 മക്കളെ തന്നില്ല ഈശ്വരൻ. ഈ 2 മക്കളുടെ വല്യച്ഛനായി ഞാൻ ജീവിച്ചോളാം. വല്യച്ഛനായിട്ട് നിന്ന് അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ എനിക്കാവും. ആ സന്തോഷം മതി എനിക്ക്. എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കാനും വിശ്വസിപ്പിക്കാനും മിടുക്കിയാണല്ലോ അർച്ചന. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേരിലാണ് അച്ഛനെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലേ 100% സന്തോഷത്തോടു കൂടെ ഞാനത് സമ്മതിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു കുഞ്ഞ്. നിന്റെ ഏട്ടനെ കൊണ്ട് ഈ ജന്മത്തത് നടക്കില്ല. നടക്കാഞ്ഞിട്ടാണോ അതോ ഏട്ടൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ? ആംഗ്ലയായി പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കുമായിരുന്നു. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നത് തന്നെയാ, അല്ലാതെന്താ. പക്ഷെ കുഞ്ഞുങ്ങളില്ലെന്ന് കരുതി ഇവളെ പോലെ ഏതെങ്കിലും ദരിദ്രവാസിയുടെ ഒരു കുഞ്ഞിനെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരില്ല. ഇതിനെ കളഞ്ഞു കിട്ടിയതാണോ അതോ മോഷ്ടിച്ചതാണോന്നൊക്കെ ആർക്കറിയാം. എന്തായാലും അർച്ചനയ്ക്ക് ഈ കുഞ്ഞിനെ കിട്ടിയതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. സത്യത്തില് ഇത് ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞു തന്നെയാണോ? സത്യം ആർക്കറിയാം. അർച്ചന പറയുന്നതല്ലേ ഇവിടെ എല്ലാരും വിശ്വസിക്കൂ. അവളുടെ വാക്കുകൾ വേദവാക്യം പോലെ വിഴുങ്ങാനാണല്ലോ നിന്റെ അച്ഛനും അങ്ങളമാർക്കൊക്കെ ഇഷ്ടം. പക്ഷെ നിന്റെ കാര്യ കഷ്ടം. നിന്നേക്കാൾ അംഗീകാരം ഈ നെല്ലിശ്ശേരിയിൽ കിട്ടാൻ പോകുന്നതേ നാളെ ആ കുട്ടിക്കായിരിക്കും. ആ നശിച്ച സാധനം കാരണം എന്റെ സമാധാനം പോയി. ആ ഇനി അങ്ങോട്ട് നെല്ലിശ്ശേരിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഈ കുഞ്ഞന്നെ ആയിരിക്കും. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഇതാ ഇവരാ. എന്നെ കൊണ്ട് മൊത്തം ചെയ്യിച്ചത് ഇവരാ. നിങ്ങളെ എല്ലാരെയും ചതിച്ചത് ഇവരാ. അനാവശ്യം പറയരുത്. വേഗം ഈ കുഞ്ഞിനെ വാങ്ങി പോയില്ലെങ്കിൽ പിന്നെ താൻ ജയിലിലായിരിക്കും. ഏത് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നാ മതി. ഇതാണ് എന്റെ കുഞ്ഞ്. എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞാ. ഇവര് നിർബന്ധിച്ച് എനിക്ക് പണം തന്നോണ്ടാ കുഞ്ഞുങ്ങളെ മാറ്റാൻ ഞാൻ കൂട്ടുന്നത്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇതാണ് എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ്
പറഞ്ഞ്? കുഞ്ഞുങ്ങളെ മാറ്റിന്നോ? ആര് മാറ്റി? ആ സത്യം പറടാ, ഞങ്ങൾ അറിയാത്ത എന്ത് രഹസ്യമാ ഇവിടെ നടന്നത്? വള്ളി പുള്ളി വിടാതെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് ഇട്ടിച്ച് കൊല്ലും ഞാൻ. പറടാ. ഞാൻ പറയാം സർ, എല്ലാം ഞാൻ പറയാം. ആശുപത്രി വെച്ച് എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെയും ശിവരാമന്റെ മകൾ നെല്ലിശ്ശേരിയിലുള്ള സൗകര്യങ്ങളോടുകൂടി വളർന്നാൽ മതിയോ? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതാണ് എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ്. ആതിര പ്രസവിച്ചത് ഈ കുഞ്ഞിനെയാണ്. എന്റെ പൊന്നു മോള് വാ, വാ. എന്റെ പൊന്നു മോളെ. ആ